സാധിക്കും. മുസ്ലിമീങ്ങളുടെ സംഘടിത ശക്തി തകരുന്ന ഒരു കാലത്ത് യഖ്റുജു ഫീ സമാൻ ഇഖ്തിലാഫിൻ മിനൻ നാസ് വഫർഖ വബഗ്ദിൻ മിനൻ നാസ് വഖിഫത്തിൻ ഫിദ്ദീൻ എന്നൊക്കെ ഹദീസിലെ വാചകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ജനങ്ങളൊക്കെ വല്ലാതെ പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങളിലും ഛിദ്രതയിലും പരസ്പര വിദ്വേഷത്തിലും ദീനീ രംഗത്താണെങ്കിൽ ദീനനുസരിച്ച് ജീവിക്കുന്ന കാര്യത്തിലാണെങ്കിൽ വളരെ പിറകോട്ട് നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന, അതുപോലെ തന്നെ പരസ്പരം ഇടപാടുകളിലും പെരുമാറ്റങ്ങളിലുമൊക്കെ ദുസ്വഭാവങ്ങൾ നിഴലിച്ച് കാണുന്ന സത്യവിശ്വാസികൾ ചുരുങ്ങി വരുന്ന ഒരു കാലഘട്ടത്തിലായിരിക്കും അവന്റെ പുറപ്പാടുണ്ടാവുക എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മാത്രമല്ല, അവൻ ഇവിടെ വരുന്നതിന്റെ മുന്നോടിയായി മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും തമ്മിൽ ഘോരമായ ഒരു സംഘട്ടനം, ഒരു യുദ്ധം നടക്കാൻ പോകുന്നു എന്ന് ഹദീസുകളിൽ നിന്ന് മനസ്സിലാകുന്നു. മുസ്ലിമീങ്ങളും കുരിശുകാരും തമ്മിൽ നടക്കുന്ന ഘോരമായ യുദ്ധം, ആ യുദ്ധത്തിന്റെ മുന്നോടിയായി ചില സംഭവങ്ങൾ നടക്കാനുണ്ട്. അതായത് ഈ യുദ്ധം നടക്കുന്നതിന്റെ സാഹചര്യം ഇതിന്റെ മുമ്പേ മുസ്ലിമീങ്ങളും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളും തമ്മിൽ ഒരു സഖ്യകക്ഷിയായിക്കൊണ്ട് അവരുടെ പൊതുശത്രുവിനെ നേരിട്ട് പരാജയപ്പെടുത്തുന്ന ഒരു യുദ്ധം നടക്കും. ആ യുദ്ധം നടന്ന് മുസ്ലിമീങ്ങളും ഓരോരുത്തരും അവരുടെ വഴിക്ക് തിരിച്ചു പോകുമ്പോൾ ക്രിസ്ത്യാനികൾ അവരുടെ കുരിശുയർത്തിപ്പിടിച്ചുകൊണ്ട് പറയും, ഞങ്ങളാണ് യുദ്ധം ജയിച്ചത്, ഞങ്ങളുടെ കഴിവാണ്, ഞങ്ങളുടെ ശക്തിയാണെന്ന് പറഞ്ഞ് മുസ്ലിമീങ്ങളെ ഇകഴ്ത്തി കാണിക്കുവാനും അവരെ തെറി പറയുവാനും കുരിശുപയോഗപ്പെടുത്തിക്കൊണ്ട് ഒന്നിച്ചു നിന്ന് കിട്ടിയ ഈ വിജയത്തെ തങ്ങളുടേത് മാത്രമാക്കുവാൻ വേണ്ടി ക്രിസ്ത്യാനികളിലെ ഒരുവൻ കുരിശും പിടിച്ചുകൊണ്ട് തുള്ളിക്കളിച്ച് അവരുടെ വിജയം അവകാശപ്പെട്ട് മുസ്ലിമീങ്ങളെ ഇകഴ്ത്താനും മോശപ്പെടുത്തുവാനും ശ്രമിക്കുമ്പോൾ അന്ന് സത്യവിശ്വാസികളിലെ ഒരാൾ ആ കുരിശിന്റെ നേരെ ചെന്ന കുരിശങ്ങ് വാങ്ങി തല്ലിയൊടക്കും എന്നതാണ് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കുന്നത്. അവിടുന്ന് അങ്ങോട്ട് പിന്നെ ഇതുവരെ സഖ്യസേനകളായി ഇരുന്നിരുന്ന ആ കുരിശുപെടാതല്ലെങ്കിൽ ആ ക്രൈസ്തവ സമൂഹവുമായി കൊണ്ട് ശക്തമായ ഒരു പോരാട്ടത്തിന് പിന്നീട് വേദി ഒരുങ്ങും. ആ വേദി ഒരുങ്ങി അതിലൂടെയാണ് മുസ്ലിമീങ്ങൾ ശക്തമായ നിലക്ക് ക്രൈസ്തവരോട് സംഘട്ടനത്തിൽ ഏർപ്പെട്ട് അവസാനം കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന സ്ഥലം മുസ്ലിമീങ്ങൾ ജയിച്ചടക്കുന്ന പ്രത്യേകമായ സാഹചര്യം വരുന്നത്. അതിന്റെ ശേഷമായിരിക്കും ദജ്ജാൽ പ്രത്യക്ഷപ്പെടുക എന്നതാണ് സുദീർഘമായ ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇമാം മുസ്ലിം റഹിമഹുല്ലയുടെ സഹീഹ് മുസ്ലിമിൽ സുദീർഘമായി ഒട്ടേറെ ബാബു ഫത്ഹി ഖുസ്തൻതീനിയ, കോൺസ്റ്റാന്റിനോപ്പിൾ ജയിച്ചടക്കുന്നതിനെ സംബന്ധിച്ചു പറയുന്ന അധ്യായമെന്ന് അതേ പേരിൽ തന്നെ ഒരു അധ്യായം നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ നമുക്ക് കാണാം ആ യുദ്ധത്തിന് കളമൊരുങ്ങുന്ന സന്ദർഭം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. ലാ തഖൂമുസ് സാഅ, അന്ത്യനാൾ സംഭവിക്കില്ല, ഹത്താ തൻസില റൂമു ബിൽ അഅമാഖി ഔ ബിദാബിഖ്. അഅമാഖ് എന്നോ അതല്ലെങ്കിൽ ദാബിഖ് എന്നോ പേരുള്ള ഒരു പ്രദേശത്ത് ക്രൈസ്തവ ജനത വന്നുകൊണ്ട്, റോമക്കാര് വന്നുകൊണ്ട് അവിടെ ഇറങ്ങി തമ്പടിക്കുന്നത് വരെ അന്ത്യനാൾ സംഭവിക്കില്ല. മുസ്ലിമീങ്ങളോട് പോരാടാൻ വേണ്ടി കുരിശുപട ഒരുങ്ങി വരുന്ന സന്ദർഭത്തെയാണ് ഈ പറയുന്നത്. എന്നിട്ട് അവിടുന്ന് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യജ്മഊന ലി അഹ്ലിൽ ഇസ്ലാം വയജ്മഉ ലഹും അഹ്ലുൽ ഇസ്ലാം. മുസ്ലിമീങ്ങളോട് പോരാടാനാണ് അവർ ഇറങ്ങി വന്നിട്ടുള്ളത്. മുസ്ലിമീങ്ങൾ അവർക്കെതിരെയും പോരാടാൻ വേണ്ടി ശക്തമായ ഒരു സംഘട്ടനത്തിന് വേണ്ടി തന്നെ തയ്യാറാകും. അങ്ങനെ മുസ്ലിമീങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് അഹങ്കാരം മൂത്ത റോമക്കാരവരുടെ സർവ്വ പടകളുടെയും അകമ്പടിയോടുകൂടി അവർ ഈ പ്രദേശത്ത് വന്നിറങ്ങുമ്പോൾ അന്നദാ ഈമാനുള്ള മുസ്ലിമീങ്ങൾ ഫയഖ്റുജു ഇലൈഹിം ജയ്ഷും മിനൽ മദീന, മദീനത്തിൽ നിന്ന് ഒരു സേന അവരിലേക്ക് പുറപ്പെടും. അവരന്ന് മിൻ ഖിയാരി അഹ്ലിൽ അർളി യൗമൈദിൻ,
അന്ന് ഭൂമുഖത്തുള്ളവരിൽ ഏറ്റവും നല്ലവരായിരിക്കും ആ പുറപ്പെടുന്ന ആളുകൾ. ഭൂമിപ്പുറത്തന്ന് ജീവിച്ചിരിക്കുന്ന നല്ലവരായ ആളുകളായിരിക്കും ഇവരുമായി പോരാട്ടത്തിന് വേണ്ടി അന്ന് മദീനത്ത് നിന്ന് പുറപ്പെടുക. അങ്ങനെ അവർ മുഖാമുഖം അണിനിരന്നു കഴിഞ്ഞാൽ ക്രൈസ്തവർ മുസ്ലിമീങ്ങളോട് ആവശ്യപ്പെടും, ഖല്ലൂ ബൈനനാ വബൈനല്ലദീന സബൗ മിന്നാ നുഖാതിലുഹും, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നിങ്ങളുടെ കൂട്ടത്തിലേക്ക് വന്ന് നിങ്ങൾ ബന്ദികളായി പിടിച്ച് ഇപ്പോൾ നിങ്ങളുടെ കൂടെ ചേർന്നിട്ടുള്ള ആളുകളെ ഞങ്ങൾക്ക് വിട്ടുതരണം. ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, എന്താണ് ഇവർ ഈ പറഞ്ഞത്? ഈ ക്രൈസ്തവ ജനതയിൽ നിന്ന് ഒട്ടേറെ ആളുകൾ ഇസ്ലാമിന്റെ മേന്മ മനസ്സിലാക്കിക്കൊണ്ട് മുസ്ലിം പക്ഷത്തേക്ക് വരികയും മുസ്ലിമീങ്ങളുടേതായ ആദർശം സ്വീകരിച്ചുകൊണ്ട് ശക്തമായ നിലയ്ക്ക് തന്നെ ഇസ്ലാമിക ജീവിതം നയിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭം അവിടെ ഉണ്ടായി. അവരുകൂടി മുസ്ലിമീങ്ങളുടെ സേനാ വ്യൂഹത്തിലുണ്ട് ക്രൈസ്തവ ജനതക്കെതിരെ പോരാടാൻ വേണ്ടി. അതാണ് ക്രൈസ്തവരാദ്യം തന്നെ ഇങ്ങോട്ട് പറയുന്നത്, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അങ്ങോട്ട് ചേക്കേറിയിട്ടുള്ള ആളുകളെ ഞങ്ങൾക്ക് തന്നെ വിട്ടുതരണം, ഞങ്ങൾ അവരുമായിട്ടാണ് ആദ്യം പോരാടുന്നത്, അവരെ ഇങ്ങ് തരൂ എന്ന് പറഞ്ഞുകൊണ്ട് ക്രൈസ്തവ ജനത അവരുടെ പോരാളികൾ അവരുടെ അഹന്തയോടെ പ്രഖ്യാപിക്കുമ്പോൾ മുസ്ലിമീങ്ങൾ പറയും, ലാ വല്ലാഹ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഞങ്ങൾ വിട്ടുതരില്ല. ലാ നുഖല്ലി ബൈനക്കും വബൈന ഇഖ്വാനിനാ, ഞങ്ങളുടെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും ഇടയിൽ നിങ്ങൾക്ക് വിട്ടുതന്നുകൊണ്ട് നിങ്ങളിലേക്ക് അവരെ ഏൽപ്പിക്കണമെന്നോ സാധ്യമല്ല. അവര് ഞങ്ങളുടെ സഹോദരങ്ങളാണ്, അവര് ഞങ്ങളുടെ സഹോദരങ്ങളാണ്. ഇത് പറയുമ്പോൾ റോമക്കാർ ഫയുഖാതിലൂനഹും, യുദ്ധത്തിന് ആരംഭം കുറിക്കും, അവര് പോരാടാൻ തുടങ്ങും, ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യുകയും ആക്രമിക്കുകയും ചെയ്യും. ആ അവസരത്തിൽ വതകൂനു ഇൻദദാകുമുൽ ഖിതാലി റദ്ദത്തുൻ ശദീദ, മുസ്ലിം ഭാഗത്ത് നിന്ന് ശക്തമായ നിലക്കുള്ള ചെറുത്തുനിൽപ്പും പോരാട്ടവും ആരംഭിക്കും. ആ പോരാട്ടത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മുസ്ലിമീങ്ങളതാ മരണത്തിന് തയ്യാറായിക്കൊണ്ട് വിജയിച്ചിട്ടല്ലാതെ മടങ്ങില്ലെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഒരു സംഘം ആദ്യം മുന്നോട്ട് നീങ്ങും. അങ്ങനെ അവരതാ രാവ് വരുന്നത് വരെ രാത്രിയാകുവോളം പോരാടിക്കൊണ്ടിരിക്കും. എന്നിട്ടവർ വൈകുന്നേരം തിരിച്ചു വരും. ആരും വിജയിച്ചില്ല, ആർക്കും വിജയിക്കാനായില്ല. പിറ്റേന്നും യുദ്ധം തുടരുകയാണ്. നേരം വൈകുവോളം ശക്തമായ നിലയ്ക്ക് ഇതുപോലെ തന്നെ ജീവൻ മരണ പോരാട്ടം നടക്കുകയാണ്. അങ്ങനെ രാവേറെ രാത്രിയാകുന്നത് വരെയും ഇതുപോലെ തലേ ദിവസത്തെ പോലെ പോരാട്ടം നടക്കുന്നു. അന്നും വിജയമില്ല, ആർക്കും പരാജയമല്ല, സമാസമമായിട്ട് പിന്നെയും നിൽക്കുന്നു. വീണ്ടും അതാ മുസ്ലിമീങ്ങൾ പിന്നെയും വിജയിച്ചിട്ടല്ലാതെ മടങ്ങില്ല എന്ന നിലക്കുള്ള ശക്തമായ പോരാട്ടം. വൈകുന്നേരം വരെ ആ പോരാട്ടം പിന്നെയും തുടരുകയാണ്. അങ്ങനെ 3 ദിവസവും അങ്ങനെ കഴിയുമ്പോൾ ഫൈദാ കാനൽ യൗമുർ റാബിഅ, 4ാമത്തെ ദിവസമായാൽ അതാ മുസ്ലിമീങ്ങൾ അവരതാ ശക്തമായ നിലക്കുള്ള പോരാട്ടത്തിന് വേണ്ടി പിന്നെയും രംഗത്തിറങ്ങുമ്പോൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് 1/3 ആളുകൾ പിന്തിരിഞ്ഞോടും. അല്ലാഹു അവരുടെ തൗബ സ്വീകരിക്കുകയില്ല, അല്ലാഹു അവരുടെ തൗബ സ്വീകരിക്കുകയില്ല. അതേ അവസരത്തിൽ മുസ്ലിമീങ്ങളുടെ 1/3 ഭാഗം കൊല്ലപ്പെടും ആ പോരാട്ടത്തിൽ. അവരെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഹും അഫ്ളലു ശുഹദാഇ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ അവരെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ശുഹദാക്കളായിരിക്കും. പിന്നെ ബാക്കി വരുന്ന 1/3 ഭാഗമാണ് അതാ അവിടെ ശക്തമായ നിലയ്ക്ക് ചെറുത്തു നിന്നുകൊണ്ട് എണ്ണത്തിൽ അവർ കുറവാണെങ്കിലും പോരാടിക്കൊണ്ട് അവരതാ ഏറ്റവും വലിയ രൂപത്തിലുള്ള യുദ്ധത്തിന് അവർ തയ്യാറാവുകയാണ്. ഒരു പരീക്ഷണങ്ങൾക്കും അവർ പതറിക്കൊടുക്കാൻ തയ്യാറല്ല. അവസാനം ശക്തമായ നിലക്കുള്ള പോരാട്ടം, എത്രത്തോളം അതുപോലൊരു സംഘട്ടനം കണ്ടിട്ടില്ല ഇതുവരെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ലാ യുറാ മിസ്ലുഹാ വഇമ്മാ ഖാല ലം യുറ മിസ്ലുഹാ, ഇതുപോലത്തെ ഒരു ഘോര സംഘട്ടനം നടന്നിട്ടുണ്ടാവില്ല. ഹത്താ എത്രത്തോളം മിന്ന ത്വായിറ ലയമുറു ബിജനബാതിഹിം ഫമാ യുഖല്ലിഫുഹും ഹത്താ യഖിറ മയ്യിതാ, ഒരു പക്ഷി ആ പോരാട്ടം നടക്കുന്നതിന്റെ മുകളിലൂടെ പറന്നാൽ അതിനപ്പുറത്തേക്ക് പറന്നെത്താൻ സാധ്യമാകാത്ത നിലക്ക് അത് ചത്തുവീഴും. അത്രയും ഘോരമായ പൊരിഞ്ഞ സംഘട്ടനമായിരിക്കും നടന്നുകൊണ്ടിരിക്കുക. മാത്രമല്ല, ഒരു ബാപ്പയ്ക്ക് 100 മകനുണ്ടെന്ന് സങ്കല്പിച്ചാൽ
ആ ബാപ്പ 100 ആളെ യുദ്ധത്തിന് പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ 100 ആള് പോയാൽ ഒരാളല്ലാതെ ബാക്കിയാവാത്ത നിലക്ക് 99 കൊല്ലപ്പെടുന്ന ഒരു യുദ്ധം. അത്രമാത്രം ആളുകൾ ഷഹീദായി വീഴുന്ന ഒരു യുദ്ധം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ഫബിഅയ്യി ഗനീമത്തിൻ യുഫ്റഹ് ഔ അയ്യു മീറാസിൻ യുഖാസം, എന്ത് ഗനീമത്ത് കൊണ്ട് ആര് സന്തോഷിക്കാനാണ്, അതല്ലെങ്കിൽ അനന്തര സ്വത്ത് ആർക്കിടയിൽ വിഭജിക്കപ്പെടാനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഗനീമത്ത് സ്വത്ത് കിട്ടിയിട്ടെന്താണ്, ആർക്കാണ് അതുകൊണ്ട് സന്തോഷം തോന്നുക? കാരണം അധികവും വധിക്കപ്പെട്ടില്ലേ? ആരുടെ സ്വത്ത് ആർക്കിടയിൽ വീതിക്കാനാണ്? അവകാശികൾ പലരും മരണപ്പെട്ടു പോയില്ലേ? അത്രത്തോളം വലിയ ഒരു സംഘട്ടനം. ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മറ്റൊരു വചനത്തിൽ കാണാം, ഗനീമത്ത് സ്വത്ത് കൊണ്ട് സന്തോഷിക്കപ്പെടാതിരിക്കുകയും അനന്തര സ്വത്ത് വീതിക്കപ്പെടാൻ സാധ്യമല്ലാത്തത്ര വധങ്ങൾ നടക്കുകയും ചെയ്യുന്ന ഒരു കാലത്താണ് ദജ്ജാൽ പ്രത്യക്ഷപ്പെടുക എന്ന്. ഒക്കണം നിങ്ങൾ, അതേ വാചകമാണ് ഇവിടെയും വന്നിരിക്കുന്നത്. മാത്രമല്ല, എന്നിട്ട് പിന്നെ ബാക്കി വരുന്ന ഈ മുസ്ലിമീങ്ങൾ അവര് ശക്തമായ പോരാട്ടം നടത്തിയിട്ട് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവർ പ്രവേശിക്കും. അതിനെ അവർ ജയിച്ചടക്കും എന്നാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെപ്പറ്റി പറയുമ്പോൾ സഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, സമഅ്തും ബിമദീനത്തിൻ ജാനിബുൻ മിൻഹാ ഫിൽ ബർരി വജാനിബുൻ മിൻഹാ ഫിൽ ബഹരി. സഹാബിമാരെ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു മദീനയെ പറ്റി, ഒരു സിറ്റിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു പട്ടണത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിന്റെ ഒരു ഭാഗം കരയിലേക്കും ഒരു ഭാഗം കടലിലേക്കും തള്ളി നിൽക്കുകയാണ്. ഒരു ഭാഗം കരയിലേക്കും ഒരു ഭാഗം കടലിലേക്കുമായി പകുത്ത് നിർത്തപ്പെട്ടിട്ടുള്ള ഒരു പ്രദേശം, ഒരു പട്ടണത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സഹാബത്ത് പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, അതെ അല്ലാഹുവിന്റെ റസൂലേ. കോൺസ്റ്റാന്റിനോപ്പിൾ ഇന്നും നമ്മൾ ഭൂപടത്തിൽ നോക്കിയാൽ കോൺസ്റ്റാന്റിനോപ്പിൾ നിൽക്കുന്ന ആ നിൽപ്പ് കണ്ടാൽ ഒരു ഭാഗം കടലും ഒരു ഭാഗം കരയുമായി കൊണ്ട് ഈ ഹദീസിൽ പറഞ്ഞതുപോലെ ജാനിബുൻ മിൻഹാ ഫിൽ ബർരി വജാനിബുൻ മിൻഹാ ഫിൽ ബഹരി, ഒരു ഭാഗം വെള്ളത്തിലും ഒരു ഭാഗം കരയോടുമായിട്ട്, ഒരു ഭാഗം വെള്ളത്തിലും വെള്ളത്തിന്റെ ഭാഗത്തും ഒരു ഭാഗം ഇങ്ങോട്ട് ആ നിലക്കായി തീർന്നുകൊണ്ട് നിൽക്കുന്ന ഒരു പ്രദേശം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആ പ്രദേശത്തോട് അന്നുള്ള ജനങ്ങൾ, യഥാർത്ഥത്തിലുള്ള സത്യവിശ്വാസികളായ ആളുകൾ സംഘടിച്ചുകൊണ്ട് അതാ ആ പ്രദേശത്തോട് യുദ്ധത്തിന് വേണ്ടി നീങ്ങുകയാണ്. അവിടെ എത്തിക്കഴിയുമ്പോൾ അവർക്കെന്ന് ആയുധമെടുത്ത് പോരാടാതെ തന്നെ, ഒരമ്പെറിയാതെ തന്നെ, ആയുധമെടുത്ത് പോരാടാതെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ദിക്റുകളിലൂടെ, ശക്തമായ നിലക്ക് അവർ മുഴക്കുന്ന ദിക്റുകളിലൂടെ ആ പ്രദേശം അവരുടെ കീഴിലാകും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്ന ശക്തമായ പ്രഖ്യാപനത്തിലൂടെ തന്നെ അവർക്ക് ആ പ്രദേശം അവരുടെ കീഴിലാകും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അവസാന കാലഘട്ടത്തിൽ സംഭവിക്കാനിരിക്കുന്ന ഈ കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമായി നമ്മെ സംബന്ധിച്ചിടത്തോളം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നതല്ലാത്തതൊന്നും നമുക്ക് പറയാൻ സാധ്യമല്ല. അങ്ങനെ അവരവിടെ നിന്ന് കിട്ടിയിട്ടുള്ള സമ്പത്തുകൾ വിഹിതം വെച്ചുകൊണ്ടിരിക്കെ അപ്പോൾ വിളിച്ചു പറയപ്പെടും, ദജ്ജാൽ അവിടെ എവിടെയോ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ കുടുംബങ്ങളിൽ എത്തിയിരിക്കുന്നു, നിങ്ങൾ ഇവിടെ നിൽക്കുകയാണോ എന്നൊരു ശബ്ദമുണ്ടാകുമ്പോൾ അവർ ആ ഗനീമത്തൊക്കെ അവിടെ ഇട്ടുകൊണ്ട് ദജ്ജാലിനെ നേരിടാൻ വേണ്ടി പോകുമ്പോൾ ദജ്ജാൽ അപ്പോൾ വന്നിട്ടുണ്ടാവില്ല, ദജ്ജാൽ അവരുടെ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ടാവില്ല. അങ്ങനെ ഈ ദജ്ജാലിനെയും അന്വേഷിച്ചുകൊണ്ട്, ഈ ദജ്ജാലിന്റെ ശർറിൽ നിന്ന് മോചനം നൽകാൻ വേണ്ടി, ദജ്ജാലിനെ നേരിടാൻ വേണ്ടി ശക്തമായ നിലക്കുള്ള ചില കുതിരപ്പടയാളികളെ മുസ്ലിമീങ്ങൾ അന്ന് നയിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. എന്നിട്ട് നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം കൂടി പറയുന്നു, അന്ന് പോകുന്ന പോരാളികളെ ഇന്നി ലഅരിഫു അസ്മാഅഹും, അവരുടെ പേരുകൾ വരെ ഞാൻ മനസ്സിലാക്കുന്നു. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അന്ന് വരാനിരിക്കുന്ന കുതിരപ്പടയാളികളുടെ പേര് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ അവരുടെ പേരുകൾ വരെ മനസ്സിലാക്കുന്നു.
വഅസ്മാ ആബായിഹിം, അവരുടെ പിതാക്കളുടെ പേരുകളും എനിക്കറിയാം. വഅൽവാന ഖുയൂലിഹിം, അന്നവരുടെ മുന്നണിയിലുണ്ടാകുന്ന കുതിരകളുടെ കളറുകൾ വരെ എനിക്കറിയാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് പറയുന്നു, ഹും ഖൈറു ഫവാരിസ അലാ ളഹ്രിൽ അർളി യൗമൈദിൻ, അന്ന് ആ കാലഘട്ടത്തിൽ ഭൂമുഖത്തുള്ള ഏറ്റവും നല്ല കുതിരപ്പടയാളികളായിരിക്കും അവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ആ ഘട്ടത്തിലാണ്, അങ്ങനെ ഇരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഷാമിന്റെ ഭാഗത്ത് അഥവാ സിറിയയുടെ ഭാഗത്ത് കിഴക്ക് നിന്ന് ആര് പ്രത്യക്ഷപ്പെടുന്നത്? ദജ്ജാൽ പ്രത്യക്ഷപ്പെടുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഹദീസിലെ വാചകങ്ങൾ ഓരോന്ന് പറയുകയാണെങ്കിൽ അത് തന്നെ വിശദമായി നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് ഹദീസിന്റെ പദങ്ങൾ അധികവും ഉദ്ധരിക്കാതെ അതിൽ പറഞ്ഞ ഒരു ആശയ സംഗ്രഹമാണ് സഹീഹ് മുസ്ലിമിലും മറ്റു സ്ഥലങ്ങളിലും സഹീഹായ നിലക്ക് വന്നിട്ടുള്ള ഈ കോൺസ്റ്റാന്റിനോപ്പിളിന്റെ വിജയിച്ചടക്കലും അതുമായി ബന്ധപ്പെട്ടതുമായി കൊണ്ട് സൂചിപ്പിച്ചത്. ആ ഒരു സന്ദർഭം മുതലെടുത്തുകൊണ്ട് ആ ഒരു സന്ദർഭത്തിൽ മുസ്ലിമീങ്ങൾ മാത്രമല്ല, ഈ ഒരു യുദ്ധത്തിന്റെ ശേഷം പിന്നീട് സംഭവിക്കുന്ന വേറൊരു കാര്യം കൂടെയുണ്ട്. ഏറ്റവും വലിയ ക്ഷാമം രാജ്യത്ത് പ്രത്യക്ഷപ്പെടുന്ന കാലത്താണ് ദജ്ജാൽ വരിക. കാരണം വല്ലാത്തൊരു ഫിത്നയാവണമല്ലോ ഇത്. നമ്മൾ അള്ളാഹുവിനോട് എല്ലാ നേരവും ചോദിക്കുന്നുണ്ട്, റബ്ബേ ദജ്ജാലിന്റെ ഫിത്നയിൽ പെടരുതേ, ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് മോചനം നേടണമേ, തരേണമേ എന്ന് അല്ലാഹുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വലിയ ഒരു പരീക്ഷണമാണ്. ലോകത്ത് അതുപോലെ ഒരു പരീക്ഷണം ഉണ്ടായിട്ടില്ല, ഉണ്ടാവില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മുഴുവൻ അമ്പിയാക്കളും അവനെ സംബന്ധിച്ച് ശക്തമായ നിലക്ക് അവന്റെ ഫിത്നയെ സംബന്ധിച്ച് മുന്നറിയിപ്പും നൽകി. അപ്പോൾ അവൻ വരുന്ന സാഹചര്യം, ആ സാഹചര്യത്തിൽ ഉണ്ടാകുന്ന വേറൊരു കാര്യം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. കടുത്ത ക്ഷാമമുള്ള ഒരു കാലത്താണ് അവൻ വരിക. അപ്പോഴല്ലേ അവന്റെ പ്രത്യേകമായ അവന്റെ കഴിവുകൾ കണ്ടിട്ട് ആളുകൾ അങ്ങോട്ട് ആകൃഷ്ടരാകൂ. ആ ഒരു സന്ദർഭം ലോകത്തുണ്ടാകുമെന്നാണ് ഹദീസിൽ കാണുന്നത്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നുള്ള റിപ്പോർട്ടിൽ കാണാം, വഇന്ന ഖബ്ല ഖുറൂജി ദജ്ജാലി സലാസ സനവാതിൻ ശിദാദ്, വളരെയേറെ കഠോരമായ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന 3 വർഷങ്ങൾ ദജ്ജാലിന്റെ പുറപ്പാടിന്റെ മുമ്പ് ലോകത്ത് സംഭവിക്കാനുണ്ട്. ആ കൊല്ലങ്ങളുടെ പ്രത്യേകത എന്താണ്?